ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത് എന്നതാണ് 2025 സയൻസ് ഡേയുടെ തീം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുവാനുണ്ടായ കാരണമെന്താണ്? 1928 ഫെബ്രുവരി 28 ചന്ദ്രശേഖര വെങ്കട്ടരാമൻ അഥവാ CV രാമൻ രാമൻ ഇഫക്റ്റിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ചത്. ഈ രാമൻ എഫക്റ്റിന് 1930 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. 1986 നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷനാണ് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ പ്രയോഗത്തെയും കുറിച്ചുള്ള സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നതാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. CV രാമൻ അഥവാ ചന്ദ്രശേഖര വെങ്കട്ടരാമൻ 1888 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ ജനനം. 1921 ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒരു കപ്പൽ യാത്രയിലാണ് രാമൻ ഇഫക്റ്റ് എന്ന പ്രതിഭാസത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ ആരംഭിക്കുന്നത്. ആ കപ്പൽ യാത്രയിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ കടും നീലനിറം അദ്ദേഹത്തിനെ ആകൃഷ്ടനാക്കുകയും ആകാശം നീലയായി കാണപ്പെടുന്ന അതേ കാരണത്താലാണ് കടലും നീലയായി കാണപ്പെടുന്നത് എന്ന് അദ്ദേഹം പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ അങ്ങോട്ട് അദ്ദേഹം സ്കാറ്ററിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. വിവിധ തരം പദാർത്ഥങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിരീക്ഷിക്കുവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നോക്കി. ഏറ്റവും ഒടുവിൽ 1928 ഫെബ്രുവരി 28 അദ്ദേഹം രാമൻ സ്കാറ്ററിംഗ് അഥവാ രാമൻ പ്രഭാവം കണ്ടെത്തി. 1929 1930 വർഷങ്ങളിൽ അദ്ദേഹത്തിന് നൈറ്റ് പദവി ലഭിച്ചു. കൂടാതെ 1930 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുന്നതോടുകൂടി ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനായി മാറി. എന്താണ് രാമൻ ഇഫക്റ്റ്? ഒരു ഫോട്ടോൺ ഒരു സുതാര്യമായ വസ്തുവിൻ്റെ തന്മാത്രയിൽ പതിക്കുമ്പോൾ പ്രകാശം വിസരണം ചെയ്യപ്പെടുന്നതിനെയാണ് രാമൻ ഇഫക്റ്റ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഇങ്ങനെ ദ്രവ്യം പ്രകാശത്തെ ഇലാസ്റ്റിക്കായി വിസരിപ്പിക്കുന്നത് മൂലം ചിതറിയ പ്രകാശത്തിൻ്റെ ആവൃത്തിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തന്മാത്രകൾ ഒരു പ്രകാശകിരണം വ്യതിചലിപ്പിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിലുണ്ടാകുന്ന മാറ്റമാണിത്. വസ്തുക്കളുടെ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ശാസ്ത്രജ്ഞർ ഈ പ്രഭാവം ഉപയോഗിച്ചു വരുന്നു. ഫോറൻസിക് സയൻസുകളിൽ, മെഡിക്കൽ ഡയഗ്നോസിസിൽ, രാസവസ്തുക്കളെ തിരിച്ചറിയുവാനുമെല്ലാം രാമൻ ഇഫക്റ്റ് ഉപയോഗിക്കാറുണ്ട്. രസതന്ത്രജ്ഞരും ഭൗതികശാസ്ത്രജ്ഞരുമെല്ലാം വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുവാൻ ഉപയോഗിക്കുന്ന രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ അടിസ്ഥാനവും രാമൻ പ്രഭാവം തന്നെയാണ്.